പിണറായി വിജയന് സംഭവിച്ചിരിക്കുന്ന ഗതികേടിനെക്കുറിച്ച് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും അധപ്പതിച്ചതിലുള്ള നീരസവും കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. ഇടതുപക്ഷത്തിന് മാത്രമല്ല, എല്ലാവർക്കും പിണറായിയുടെ നീക്കത്തിൽ ആശയപരമായി വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. അവനവൻ്റെ ആശയം പണയം വെച്ച് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഈ പണി മതിയാക്കി പൊയ്ക്കൂടെ എന്ന് മുഖ്യമന്ത്രിയോട് പറയാതെ പറഞ്ഞിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി. വിട്ടുവീഴ്ച ചെയ്ത് ആരൊക്കെ സമരസപ്പെടുമെന്ന് കണ്ടറിയണമെന്നും ഞങ്ങൾ എന്തായാലും അങ്ങനെ സമരസപ്പെടാനില്ലെന്നും കുഞ്ഞാലിക്കുട്ടി നെഞ്ചും വിരിച്ച് പറഞ്ഞിരിക്കുന്നു. തമിഴ്നാടും ബംഗാളുമൊന്നും വിട്ടുവീഴ്ച ചെയ്തില്ല എന്നിരിക്കെ പിണറായി വിജയൻ പോയി സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതോടെ പിണറായിക്കെതിരെ വലിയൊരു ജനവികാരമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ പറഞ്ഞു പറ്റിച്ച പിണറായി ഇപ്പോൾ മലപ്പുറത്തെ ആക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളിയെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയെ അടിച്ചു പരിക്കേൽപ്പിച്ചത്. മുഖ്യനെ പൂട്ടിക്കെട്ടാൻ CPIയെ കാത്തിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി. CPIയുടെ നിലപാട് എന്താകും എന്നുള്ളത് കൗതുകമുള്ള കാഴ്ചയായി. അതെന്തായാലും 27-ാം തീയതി അറിയാം. അതിനുശേഷം നോക്കാമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയെ അനുകൂലിക്കുന്നു എന്നതിൻ്റെ പേരിൽ മറുനാടനെ പോലെയുള്ള ഓൺലൈൻ ചാനലിനെ ബഹിഷ്കരിക്കുന്നു എന്ന് മാത്രമല്ല, മറുനാടൻ്റെ അടുത്തുപോയി എന്നതിൻ്റെ പേരിൽ നേതാക്കളെ വരെ പടിയടച്ചവരാണ് കേരളത്തിലെ ന്യൂനപക്ഷം. അത്രയ്ക്ക് മോദി വിരുദ്ധതയുള്ള ഒരു സംസ്ഥാനത്ത് മോദിക്ക് മുമ്പിൽ സാഷ്ടാംഗം വീണ പിണറായി വിജയന് ഇനി ന്യൂനപക്ഷ വോട്ടുകൾ മറക്കാം എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഐഡിയോളജി, അവനവന്റെ ഐഡിയോളജി, ആശയം കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി ആരൊക്കെ ഇതിനോട് സമരസപ്പെട്ടു പോകും, അതായത് സാഷ്ടാംഗം പ്രണാമിക്കും എന്ന് നമുക്ക് നോക്കാം. ഞങ്ങളേതായാലും ഇല്ല. ഐഡിയോളജി കോംപ്രമൈസ് ചെയ്ത് നിൽക്കാനുള്ള കരുത്തുണ്ടാവണം. മമതയും സ്റ്റാലിനും അത് കാണിച്ചു. കേരള ഗവൺമെന്റ് അത് കാണിച്ചില്ല. അവരവസാനം പോയി ആദ്യം വലിയ പടായൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തൊടികൂലെന്നൊക്കെ ആയിരുന്നു. അവസാനം വന്നിട്ട് ഒരൊറ്റ പ്രണാമമാണ്. ഇത് വല്ലാത്ത വീഴ്ചയായിപ്പോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ ഇപ്പോൾ ഐഡിയോളജി പറഞ്ഞ് നിൽക്കുന്നുണ്ട്, CPI നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ട്. അവരിപ്പോൾ ഇനി ഇതിനെന്താ ചെയ്യുന്നു എന്നുള്ളത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. 27-ാം തീയതി പറഞ്ഞത്. 27-ാം തീയതി വരെ കാത്തിരിക്കാം. എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം.